അപ്പൊ ഗൈസ് എന്നെ പോലെ ക്രോഷ്യ അറിയാത്തവരൊക്കെ ഇവിടെ വായോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ആദ്യം നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇടാൻ പഠിക്കാം. ഇതേപോലെ ഒരു യാൻ എടുത്തിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ നോട്ട് ഇടാൻ പഠിച്ചത് വേറൊരു രീതിയിലാണ്. പക്ഷെ അത് പഠിക്കാൻ തന്നെ 1 മണിക്കൂർ എടുത്തതുകൊണ്ട് അത് ഇങ്ങനെ കടിക്കണേ. എന്നിട്ട് നമ്മൾ ആ ക്രോഷ്യ ഹുക്ക് അതിലോട്ട് കയറ്റി ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കണം. ഇനിയാണ് നമ്മൾ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് ഇടാൻ പോകുന്നത്. വീഡിയോയിലൊക്കെ കാണുമ്പോൾ എന്ത് സിമ്പിൾ ആണെന്ന് ഞാനും വിചാരിച്ചായിരുന്നത് വാങ്ങിക്കുന്നതിന് മുമ്പ്. പിന്നെ കൈ കിട്ടി കഴിഞ്ഞപ്പോൾ ആ തോന്നലൊക്കെ അങ്ങ് മാറി. ക്രോഷ്യ ഹുക്ക് ആദ്യം നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോയി ഒരു യാൻ വരിച്ച് താഴത്തെ ലൂപ്പിലൂടെ കൊണ്ടുവരണം. എന്നിട്ട് വീണ്ടും അതേപോലെ മേപ്പോട്ട് കൊണ്ടുപോയി താഴോട്ട് കൊണ്ടുവരണം. ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കിട്ടും. പിന്നെ ഒരു കാര്യം, നമ്മൾ ആ യാണ് ഇച്ചിരി ടൈറ്റിൽ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇങ്ങനെ നമ്മൾ ഓരോ ചെയിൻ സ്റ്റിച്ചും ഇടണം. ഞാൻ ഒക്കെ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇത് ഇത്ര എളുപ്പമാണോ, എന്ത് പെട്ടെന്ന് അവർ ചെയ്യണം ആദ്യമേ. പക്ഷെ നമുക്ക് അതേപോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യം ഈ ചെയിൻ സ്റ്റിച്ച് ഇട്ട് പഠിക്കുക, എന്നിട്ട് നമുക്ക് മേപ്പോട്ട് പഠിക്കാം. ഞാനിത് പഠിച്ചെടുക്കാൻ തന്നെ ഒരു ദിവസം എടുത്തു. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുമായിരിക്കും. ഓരോരുത്തർക്ക് ഓരോ രീതിയാണല്ലോ. ഇനി ക്ഷമ വേണം രാമൻകുട്ടി, ക്ഷമ. ഇത് ചെയ്യാൻ അത്യാവശ്യം വേണ്ടത് ക്ഷമയാണ്. ആദ്യം ചെയ്യുമ്പോൾ ശരിയാവണമെന്നില്ല, വീണ്ടും ചെയ്താലേ ഇത് ശരിയാവും. വാചകടിച്ച് വീഡിയോയുടെ പാട്ടിന് പോയി. ഇപ്പൊ ഇത് ചെയ്ത് വരുമ്പോ അവസാനം നമ്മൾ മുടിയൊക്കെ പിന്നെ വെച്ചേക്കില്ലേ, അതേപോലെ കിട്ടും. ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച്.